ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലക്കൽ ഹംദു യാ റബ്ബ് വസല്ലല്ലാഹു വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വദുർരിയ്യതിഹി വഇത്രതിഹി വഅഹ്ലി ബൈതിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. പരിശുദ്ധ മുഹറം മാസത്തിൽ 9-10 താസുആ ആശൂറാ ദിവസം ഓർമ്മകൾ ചരിത്രത്തിലേക്ക് നീങ്ങുമ്പോൾ ഉന്നതരായ കഥാപാത്രങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കർബലായിലെ ഓർമ്മയുടെ ചിത്രങ്ങളാണ് മനസ്സിൽ തെളിയുന്നത്. അവരുമായി ബന്ധപ്പെട്ട് ചിലതെല്ലാം നാം സംസാരിച്ചു. അവരുടെ പ്രിയപ്പെട്ട മാതാവ് സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ വ ഉർളീനാ ബിഹാ ജംഅൻ ആമീൻ. ഫാത്തിമത്തു സഹ്റാഇനെ ഏത് വിധത്തിൽ പറയുന്നതും അനുസ്മരിക്കുന്നതും സന്തോഷദായകമാണ്. അവരുടെ പേര് പറയുന്നത് തന്നെ വിശ്വാസികളുടെ അന്തരംഗം പ്രഹർഷം കൊള്ളും. നമ്മുടെ അഭിവന്ദ്യരായ ഗുരുനാഥർ പറഞ്ഞിട്ടുണ്ട്, ലാ ഫൽ മനാഖിബു അസ്സ ദർകു ഖിയാദിഹാ വലിദിക്രി ഉമ്മീ തുർഹഫുൽ അസ്മാഉ. നമ്മുടെ പ്രിയപ്പെട്ട മാതാമഹി ഉമ്മയുടെ പേര് പറയുമ്പോഴേക്ക് വലിദിക്രി ഉമ്മീ, അഹ്ലുൽ ബൈത്തിലെ പിൽക്കാല താവഴിയിൽ വന്നവരെല്ലാം അവരുടെ ഉമ്മയാണ് അസ്സയ്യിദത്തു ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. മറ്റൊരർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ ഒക്കെ ഈമാനിക രംഗത്തുള്ള പ്രിയപ്പെട്ട മാതാവാണ്, ഉമ്മയാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. സഹീഹുൽ ബുഖാരിയിൽ 27 ഇടങ്ങളിൽ ഫാത്തിമത്തു സഹ്റാഇൻ്റെ പേര് പറഞ്ഞപ്പോൾ അലൈഹസ്സലാം എന്നാണ് അഭിവാദ്യം ചെയ്തിട്ടുള്ളത്. അത് ഓർക്കുന്നത് നമുക്കൊക്കെ നല്ലതാണ്. പൊതുവായി റളിയല്ലാഹു അൻഹാ വഅൻ അബീഹാ വഅൻ സൗജിഹാ വഅൻ ഇബ്നൈഹാ വഅൻ അബ്നാഇഹാ അജ്മഈൻ. ഫാത്തിമത്തു സഹ്റാഇനെ കുറിച്ച് പറയുമ്പോഴേക്ക് വലിദിക്രി ഉമ്മി തുർഹഫുൽ അസ്മാഉ, ശ്രവണപുടങ്ങൾക്ക്, പറയുന്ന അധരങ്ങൾക്ക്, കേൾക്കുന്ന ശ്രവണപുടങ്ങൾക്ക് എന്തെന്നില്ലാത്ത പ്രഹർഷമുണ്ടാകും. ഈമാൻ കൽബിൽ നിറഞ്ഞവർക്ക് ഫാത്തിമ എന്ന ആ മഹത്തായ നാമം അത് വല്ലാതെ കുളിർമ നൽകുന്നതാണ്. ഇന്നലെ ഫാത്തിമത്തു സഹ്റാഉമായി സയ്യിദുൽ ഇമാമുൽ ഹുസൈനുമായി റളിയല്ലാഹു അൻഹും അനുസ്മരണത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിയപ്പോൾ ഫാത്തിമത്തു സഹ്റാ വല്ലാതെ മനസ്സിലേക്ക് തികട്ടി വന്നു. ഓർമ്മയിലെത്തിയത് ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള പേർഷ്യൻ ഗീതമാണ്. അത് ഓർക്കാതെ വയ്യ. പേർഷ്യൻ ഭാഷയിൽ ഭാഗ്യവാനായ ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ, അതെ, ഇന്ത്യ രാജ്യത്തിന് ഇഖ്ബാൽ എന്ന മഹാകവി അഭിമാനമാണ്. ദേശീയ ഗാനത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഉറുദു ഭാഷയിലുള്ള ഇന്ത്യൻ ദേശീയ ഗാനം, അത് നമുക്ക് സമ്മാനിച്ചതാണ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ദേശീയ പ്രാധാന്യം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായപ്പോൾ ഇന്ത്യക്കാകമാനമുള്ള നഷ്ടമായിരുന്നു ഇഖ്ബാലിൻ്റെ പാകിസ്ഥാനിലെ ലാഹോറിലേക്കുള്ള സ്ഥലമാറ്റം. പക്ഷേ ദേശീയ ഭാരതീയ ആധ്യാത്മിക ബോധമുള്ള എല്ലാവരും ഡോക്ടർ അല്ലാമ ഇഖ്ബാലിനെ സ്നേഹത്തോടെ ഇന്നും മനസ്സിലേറ്റുന്നു. ഇവിടെ ഈ പറയുന്ന സ്നേഹത്തിന് കാരണം സൂഫി ചിന്തയിൽ ഉയർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിഗംഭീരമായി വർണ്ണിച്ച് ഫാത്തിമത്തു സഹ്റാഇനെ മനോഹരമായി ആവിഷ്കരിച്ച് കവിതകൾ എഴുതിയ അതൊരു തൗഫീഖാണ്. ഡോക്ടർ അല്ലാമ ഇഖ്ബാലിൻ്റെ മഹാഭാഗ്യമാണ്. വേഷം കൊണ്ട് അദ്ദേഹം യൂറോപ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപ വസ്ത്ര വിധാനങ്ങളെല്ലാം ആധുനികവും പരിഷ്കൃതവുമായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർവഹണ ചിന്തകളെ കാലത്തിന് അനുയോജ്യമായി വ്യാഖ്യാനിച്ചു. പ്രവൃത്തിയിലും
ജ്ഞാനത്തിലും. അതാണ് അല്ലാമ സർ ഇഖ്ബാലിൻ്റെ ആധുനിക പ്രസക്തി. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദാർശനിക വ്യാഖ്യാനത്തെ സമകാലീനമായി അപഗ്രഥിച്ചിട്ടുണ്ട് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉമർകുട്ടി സാഹിബിൻ്റെ പരിഭാഷയിൽ വന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആധുനിക ചിന്തകളെ നവീകരിച്ച സമകാലീന വ്യാഖ്യാനത്തെ അദ്ദേഹം നന്നായി അപഗ്രഥിച്ചിട്ടുണ്ട്. ഡോക്ടർ അല്ലാമ ഇഖ്ബാലിനെ ഇനിയും നമ്മുടെ ആളുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സൂഫി ചിന്തയുടെ പ്രയോക്താവായിരുന്നു അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാൽ. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും വരകളും ഇലാഹി സ്നേഹത്തിൻ്റെ പ്രവാചക പുങ്കവർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ പ്രശംസകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ വരികൾ മതി അദ്ദേഹത്തിൻ്റെ ഔന്നിത്യം, ആത്മീയമായ അഭിവൃദ്ധി മനസ്സിലാക്കാൻ. വേഷം കൊണ്ടും ആധുനിക വിദ്യാഭ്യാസം കൊണ്ടും ഒന്നും ഒരാളെയും ആത്മീയമായി അളക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹത്തിൻ്റെ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ കുറേ വരികൾ അറബിയിലേക്ക് അതിഗംഭീരമായി പരിഭാഷപ്പെടുത്തിയ, കവിതയിലൂടെ തന്നെ മൊഴിമാറ്റം നടത്തിയ സർഗധനനായ മഹാകവിയായിരുന്നു ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാം. ഈജിപ്തിലെ ജീസയിൽ 1894 ജനിച്ച ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാം 1959 അദ്ദേഹം ദിവംഗതനായത്. വലിയൊരു പുതുമയാണ്. അദ്ദേഹത്തിൻ്റെ ഇഖ്ബാലിയൻ വരികൾക്കുള്ള അറബിക് പരിഭാഷ വായിക്കുമ്പോൾ വല്ലാത്ത മധുരമാണ്. അറബിയിലും പേർഷ്യനിലും നല്ല കഴിവുള്ളതോടൊപ്പം നല്ല കവിത്വം നിറഞ്ഞു നിൽക്കുന്ന ബുദ്ധിക്ക് മാത്രമേ ഈ വിധത്തിൽ ഭംഗിയായി പരിഭാഷപ്പെടുത്താൻ കഴിയൂ. ഇഖ്ബാലിൻ്റെ മൂലഭാഷയായ പേർഷ്യനും ഉറുദു ഒന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം അറിയാം, ഇഖ്ബാലിൻ്റെ ചിന്തകൾ അത് പല ഭാഷയിലും വന്നിട്ടുണ്ട്. അതിമനോഹരമായിരുന്നു. എന്നും അത് അതുല്യമാണ്. ഫാത്തിമത്തു സഹ്റാഇനെ ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ പ്രകാശിപ്പിച്ച കുറച്ച് വരികൾ നമ്മുടെ സായുജ്യത്തിന് വേണ്ടി പറയാം. നമുക്കാകെ ഉള്ളത് അവരോടൊക്കെയുള്ള മഹബത്താണ്. അത് മലയാളികളിലൂടെ പ്രസരിപ്പിക്കാൻ നമുക്കാകെ അറിയുന്നത് ഇത്തരം ചില സംസാരങ്ങളാണ്. അതിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളുമൊന്നും അത്ര ഭംഗിയല്ലെങ്കിലും നമ്മുടെ ഉള്ള സിദ്ധികളെ മലയാളികൾക്ക് ഫാത്തിമത്തു സഹ്റാഇനെ പരിചയപ്പെടുത്താൻ, സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയോടുള്ള പരിചയപ്പെടൽ, അതിനൊക്കെ സഹായകമായി നീങ്ങുക, അതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. 1938 ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ദേഹവിയോഗം സ്വീകരിച്ചത്. അറബിയിലുള്ള അദ്ദേഹത്തിൻ്റെ പല കവിതകളെയും ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാം അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അറബിയിലെ പരിഭാഷയ്ക്ക് തന്നെ ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ, ആശയ ഗാംഭീര്യതയുണ്ടെങ്കിൽ, അതിൻ്റെ മൂലഭാഷയിലെ ഇഖ്ബാലിൻ്റെ വരികൾക്ക് എന്ത് ആഴമുണ്ടാകും, എന്തുമാത്രം മധുരമുണ്ടാകും. ഫാത്തിമത്തു സഹ്റാഇനെ ഇഖ്ബാൽ ആ രീതിയിൽ അന്ന് എഴുതി പിടിപ്പിച്ചപ്പോൾ ലോകത്താകമാനമുള്ള സൂഫികൾ ആ വരി, പ്രത്യേകിച്ച് അതിലെ ആമുഖം ഏറ്റെടുക്കുകയായിരുന്നു. അതാണ് ഇഖ്ബാലിൻ്റെ തൗഫീഖ്. അറബ് ലോകത്തൊക്കെയുള്ള സൂഫികളായ മഹാന്മാരുടെ ആധ്യാത്മിക സദസ്സുകളിലെല്ലാം ജവാബ് ബെയ്ത്തായിട്ട് ഡോക്ടർ അല്ലാമ ഇഖ്ബാലിൻ്റെ ആ പേർഷ്യൻ വരിയുടെ അറബി പരിഭാഷ മുഴങ്ങിക്കേൾക്കാറുണ്ട്. അറിയപ്പെട്ട ഇറാഖിയൻ ഗായകൻ മുഹമ്മദ് അൽ അസാവിയാണ് അതിഗംഭീരമായി അത് അറബിയിൽ പരിഭാഷപ്പെടുത്തിയ ഡോക്ടർ ഇഖ്ബാലിൻ്റെ വരികളെ ലോകത്തിൻ്റെ മുമ്പിൽ കേൾപ്പിച്ചത്. അതുപോലെ പ്രസിദ്ധ ഗായകനായ മുഹമ്മദ് ഐദലി അൽ ലുബ്നാനി അത് ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ നസ്റുദ്ദീൻ തൂബാർ മനോഹരമായി അത് ആലപിച്ചിട്ടുണ്ട്. മുഹമ്മദുൽ അസാവിയുടെ ആ വരികളുടെ മുമ്പിൽ 1000 തവണ ബഹുമാന പുരസ്സരം ശ്രവണപുടങ്ങൾ അടക്കിപ്പിടിച്ച് കൽബ് തുറന്ന് കേട്ടിട്ടുണ്ട്. മലയാളത്തിലും ഇൻഷാ അല്ലാഹ്
തൗഫീഖുള്ള ആരെങ്കിലുമൊക്കെ അത് ഗംഭീരമായി പ്രകാശിപ്പിച്ചേക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെതാണ് വരികൾ. ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാമിൻ്റെ അറബി മൊഴിമാറ്റമാണ്. ഫാത്തിമത്തു സഹ്റ ആണ് മൂല കഥാപാത്രം. ഹിയ ബിന്തു മൻ ഹിയ സൗജു മൻ ഹിയ ഉമ്മു മൻ മൻ ദാ യുദാനി ഫിൽ ഫഖാരി അബാഹാ. വല്ലാത്ത വരിയല്ലേ അത്. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ ആരുടെ മകളാണവർ, ആരുടെ ഇണയാണവർ, ആരുടെ ഉമ്മയാണവർ? അതെ, ആദരവായ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ പൂമകളാണ് ഫാത്തിമ. ഹിയ ബിന്തു മൻ. ഇനി എന്തു പറയാനുണ്ട്? ഫാത്തിമത്തു ബിളഅത്തും മിന്നീ, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ഫാത്തിമത്തു സഹ്റാനെ കുറിച്ച് ഹബീബ് പറഞ്ഞത് അങ്ങനെയാണ്. അതിലപ്പുറം ഇനി എന്ത് പ്രഘോഷണം ലോകത്താർക്ക് നേടാൻ കഴിയും? അത് സയ്യിദത്തു സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ ഹിയ സൗജു മൻ, ആരുടെ തരുണിയാണവർ, ഭാര്യയാണവർ? സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു വറദിയല്ലാഹു അൻ, അവരുടെ ഇണയായി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു കൊടുത്തതാണ് അവരെ രണ്ടുപേരെയും. ഫാത്തിമ അലി ദമ്പതികൾ ലോകത്തിന് എന്ത് സമ്മാനിച്ചു? ഹിയ ഉമ്മു മൻ, അവര് ആരുടെ ഉമ്മയാണ്? ഫാത്തിമത്തു സഹ്റ ആരുടെയൊക്കെ ഉമ്മയാണ്? സയ്യിദുന ഇമാമുൽ ഹസൻ, സയ്യിദുന ഇമാമുൽ ഹുസൈൻ, സയ്യിദത്തുന സൈനബ് ഖുർറത്ത് കുല്ലി ഐൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ മൂന്ന് മഹാകഥാപാത്രങ്ങളെ നാം ഒരിക്കലും മറക്കില്ല. ആധ്യാത്മിക താവഴിയിലെല്ലാം അവർക്ക് ഫാത്തിഹ നൽകുവാനും അവരോടുള്ള ആത്മീയ സമ്പർക്കത്തെ പുതുക്കുവാനുമാണ് സൂഫി ലോകം എല്ലാവരും എല്ലാ കാലത്തും ശ്രമിക്കുന്നത്. അതിൽ പക്ഷേ കേരളീയ പഠനത്തിൽ ഹസൻ ഹുസൈൻ എന്നവർ രണ്ടുപേര്, അത് സയ്യിദുന അലി ഫാത്തിമ ദമ്പതികളുടെ മക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേപോലെ മൂന്നാമതൊരാളും കൂടി കൂടെ തന്നെയുണ്ട്. അലിയുടെയും ഫാത്തിമത്തു സഹ്റാഇൻ്റെയും പ്രിയപ്പെട്ട മകളായി അസ്സയ്യിദത്തു സൈനബ് ഖുർറത്തു കുല്ലി ഐൻ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസ്പർശ സമ്പർക്കം കൊണ്ട് അനുഗ്രഹീതയായ പെൺകൊടിയാണ് അസ്സയ്യിദത്തു സൈനബ് റളിയല്ലാഹു അൻഹാ. കർബലായിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അഹ്ലുൽ ബൈത്തിലെ പലരുടെയും ധീരമായ രക്തസാക്ഷിത്വം സംഭവിച്ച ശേഷം അവരെല്ലാം ബാക്കിയുള്ളവരെ അണച്ചുകൂട്ടി പിടിച്ച് മാറോട് ചേർത്ത് പിന്നീട് പോറ്റി വളർത്തി ഉയർത്തിയത് അസ്സയ്യിദത്ത് സൈനബ് റളിയല്ലാഹു അൻഹാ എന്ന ഫാത്തിമത്തു സഹ്റാഇൻ്റെ പ്രിയപ്പെട്ട മകളാണ്. അത് നാം മറന്നു പോകരുത്. അലിയുടെയും ഫാത്തിമയുടെയും ദാമ്പത്യത്തിൽ വിരിഞ്ഞ മറ്റൊരു പെൺകൊടിയാണ് അസ്സയ്യിദത്തു സൈനബ് റളിയല്ലാഹു അൻഹാ. അവരോടൊക്കെ നമുക്ക് പ്രത്യേകമായ ബന്ധമുണ്ട്. ഇനി ഫാത്തിമത്തു സഹ്റാ മറ്റൊരു വലിയ ആളുടെ വലിയുമ്മയും കൂടിയാണ്. സയ്യിദി അൽ ഇമാം അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന അഹ്ലു ബൈത്തിന്റെ ആധ്യാത്മിക പരമ്പരകൾ ചെന്നെത്തുന്ന അലി സൈനുൽ ആബിദീൻ, അവരുടെ ഉപ്പ അൽ ഇമാമുൽ ഹുസൈനാണ്. അവരുടെ ഉമ്മയാണ് അസ്സയ്യിദത്തു ഫാത്തിമത്തു സഹ്റ. അവരുടെ ആത്മീയ വ്യക്തിത്വവും നിറവും അത് പറയാൻ എമ്പാടുമുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അതൊന്നുമല്ല, ബാഹ്യമായ ഒരു പരാമർശം. അസ്സയ്യിദത്തു ഫാത്തിമത്തു സഹ്റ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത്, ആധ്യാത്മിക പൊരുളുകളെ ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹു കനിഞ്ഞ് സമ്മാനിച്ചിട്ടുള്ള ഈ ഉമ്മത്തിലെ തന്നെ പ്രധാനികളിൽ പ്രധാനിയായ വ്യക്തിത്വമാണ് ഫാത്തിമത്തു സഹ്റ. നമ്മുടെ ഗുരുനാഥന്മാരെല്ലാം ഫാത്തിമത്തു സഹ്റാനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലെ ഒരു വചനമുണ്ടല്ലോ, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. ഭൂമിശാസ്ത്രപരമായി സമുദ്രത്തിൽ അതിൻ്റെ അന്തർഭാഗത്തൊക്കെ കാണുന്ന ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ വചനമാണിത്. ബാഹ്യമായ അർത്ഥത്തിൽ അത്തരം പഠനങ്ങൾ എമ്പാടുമുണ്ട്, ശരിയാണ്. എന്നാൽ ആധ്യാത്മിക വിചാരത്തിൽ
മറജൽ ബഹ്റൈൻ യൽതഖിയാൻ, രണ്ട് മഹാജ്ഞാന സമുദ്രങ്ങൾ സംഗമിക്കുകയായിരുന്നു. അതാരാണ്? സയ്യിദുന അലി, സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ. അതാണ് ബഹ്റൈൻ. മറജൽ ബഹ്റൈൻ യൽതഖിയാൻ. അവർ രണ്ടുപേരെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ ഇണയാക്കി കൊടുത്തു. അവർ തമ്മിൽ സംഗമിച്ചപ്പോൾ വിരിഞ്ഞ മുത്തുകളാണ്. യഖ്റുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ. മുത്തും മാണിക്യവും മുത്തും പവിഴവും. ആ രണ്ടു പേരാണ് അൽ ഇമാമു സയ്യിദുന അൽ ഹസൻ, അൽ ഇമാമു സയ്യിദുന അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അഹ്ലുൽ ബൈത്തിനോടുള്ള നമ്മുടെ ആ സ്നേഹം, ആ സമർപ്പണം, അവരായിരുന്നു ഈ ഉമ്മത്തിന്റെ ആധ്യാത്മിക താവഴിയുടെ തുടക്കക്കാർ. സ്വഹാബത്താണ് അതുപോലെ ആധ്യാത്മികതയുടെ ചക്രവർത്തിമാർ. എല്ലാവരും സ്വഹാബിമാരിൽ ഒരാളെപ്പോലും നമ്മൾ മാറ്റി നിർത്തുന്നതോ എന്തെങ്കിലും രൂപത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതോ അഹ്ലുൽ ബൈത്ത് ഇഷ്ടപ്പെടില്ല. ഫാത്തിമത്തു സഹ്റാ പൊരുത്തപ്പെടില്ല. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു മുതൽ സയ്യിദുനാ അബൂ സുഫിയാൻ മുതൽ റളിയല്ലാഹു അൻഹും എല്ലാ സഹാബിമാരെയും പൂർണ്ണ രീതിയിൽ ബഹുമാന ആദരവുകൾ നൽകി അംഗീകരിക്കുന്നതോടൊപ്പം അഹ്ലുൽ ബൈത്തിന്റെ ഇമാമത്തിനെയും രണ്ടും ഒരുപോലെ സമന്വയിപ്പിച്ച് അംഗീകരിച്ച് ആദരിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹുമ്മ ആമീൻ. എന്നാൽ ഫാത്തിമത്തു സഹ്റാവിനെയും അലി, ഹസൻ, ഹുസൈൻ അവരെയൊക്കെ പുകഴ്ത്തി പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുമ്പോഴൊക്കെ ചില ആരോപണങ്ങളൊക്കെ വെറുതെ പറയൂ, കഥയില്ലാതെ. ഷിയാക്കളാണ്, അല്ലെങ്കിൽ ഷിയായിസത്തോട് പ്രത്യേകമായ ആഭിമുഖ്യമുള്ളവരാണ് സൂഫികൾ എന്നൊക്കെ പറയാറുണ്ട്. തികച്ചും അബദ്ധജടിലമാണ്. അതിനൊന്നേ പറയാനുള്ളൂ, അൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നയുടെ ഇമാമാണ്. ലോകത്തിൻ്റെ വൈജ്ഞാനിക നായക പ്രഭുവാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, ലൗ കാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫൽയശ്ഹദി ثقലാനി അന്നീ റാഫിളി. അഹ്ലുബൈത്തിനോടുള്ള സയ്യിദുന അലി, ഫാത്തിമത്തു സഹ്റ, ഹസൻ, ഹുസൈൻ, അഹ്ലുൽ ബൈത്തിലെ ആ കുടുംബത്തോടുള്ള എൻ്റെ മഹബത്ത്, ഞാൻ പ്രഖ്യാപിക്കുന്ന, ഉച്ചൈസ്വരം ഘോഷിക്കുന്ന അവരോടുള്ള എൻ്റെ ഹുബ്ബ്, അത് ഷിയാക്കളുടെ അടയാളമാണ് എന്നൊക്കെ ആരെങ്കിലും ആരോപിക്കുന്നുവെങ്കിൽ ഫൽയശ്ഹദി ثقലാനി അന്നീ റാഫിളി. മനുഷ്യവംശവും ജിന്ന് വർഗവും ലോകം മുഴുവൻ സാക്ഷിയായിക്കൊള്ളുക, ഞാൻ റാഫിളിയാണ് എന്ന് എന്നെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരിക്കലും എന്തല്ല, അത് റാഫിളികളുടെ അടയാളമല്ല, അത് ഷിയാക്കളുടെ കുത്തകയുമല്ല. അഹ്ലുൽ ബൈത്തിനോടുള്ള പ്രണയവും സ്നേഹവും അവരോടുള്ള അംഗീകാര ആദരവും ഒക്കെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നയങ്ങളാണ്. ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പിഴച്ചവർ. അവർ പക്ഷേ സ്വഹാബത്തിനെ പഴിച്ചു, ശപിച്ചു. അഹ്ലുൽ ബൈത്ത് ഞങ്ങളുടെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുക, അത് വ്യാജമാണ്. രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതാണ് ശരിയായ സൂഫികളുടെ നിലപാട്. ഇതൊക്കെ പറഞ്ഞു പോവുകയാണ്. ഫാത്തിമത്തു സഹ്റാഇനെ കുറിച്ച് എന്താ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കൊണ്ടുപിടിച്ച് പറയുന്നത് എന്ന് ആരും പറയേണ്ടതില്ല. അവരോടുള്ള ഹുബ്ബ്, അവരോടുള്ള സമർപ്പണം, അതാണ് നമ്മുടെ കൈമുതൽ. ലീ ഖംസത്തുൻ ഉത്ഫീ ബിഹിം ഹർറൽ ലളാ വസഈറഹാ അൽ മുസ്തഫ വൽ മുർത്തദാ വബ്നൈഹിമാ വൽ ഫാത്തിമ. ആ 5 മഹാ ഗുരുക്കന്മാരോടുള്ള, ആധ്യാത്മിക തറവാട്ടിലെ നായക നായികമാരോടുള്ള ഹുബ്ബാണ് എനിക്ക് പരലോക രക്ഷക്കുള്ള ആയുധമെന്ന് മഹാന്മാരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ ഈ അഹ്ലുബൈത്തായാലും സഹാബത്തായാലും ആത്മീയ മശായിഖന്മാരായാലും അവരൊന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം. അവരുടെയൊക്കെ ഇമാമായ, നായകനായ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്നാണ് അൽബാബ്, കവാടം അതാണ്. എന്നാലോ ഒരടിമയുടെ ആത്യന്തിക ലക്ഷ്യം പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇലാഹായ, റബ്ബായ, ലോകത്തിന്റെ മുഴുവൻ റബ്ബായ ഇലാഹായ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഉലൂഹിയ്യത്തിൽ ഇലാഹായി ഒരുവൻ മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ അവിടുന്ന്
ലോകത്തിനാകമാനം റഹ്മത്തായി നിയോഗിച്ച മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ. ഓരോരുത്തരുടെയും നിലവാരം നാം അതേ അളവിൽ വെക്കണം. പിന്നീട് റസൂലുള്ളാഹിയിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് പോന്ന ഗുരുനാഥന്മാർ, മശായിഖന്മാർ, അഹ്ലുൽ ബൈത്ത് ഇമാമുകൾ, അവരൊക്കെ അവരുടെ സ്ഥാനമാനങ്ങളിലാണ് നാം ഉൾക്കൊള്ളുന്നത്. അവരാരും തിരുനബിയോളം എത്തുകയില്ല. ഇനി അവരും തിരുനബിയും എത്രമാത്രം ഉയർന്നവരാണ്, ഉന്നതരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലും പറഞ്ഞാലും ഇലാഹായ അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്, ഇത് മൂന്നും പരസ്പര ബന്ധിതവുമാണ്. എന്നാൽ ഒന്നായി പോകാനും പാടില്ല. ഉലൂഹിയ്യത്തുള്ള അള്ളാഹു അവൻ ഏകനാണ്. റിസാലത്തുള്ള റസൂലുള്ളാഹി അൽ മുർസലൂൻ അൽ അംബിയാ. എന്നാൽ വിലായത്തുള്ള അൽ ഔലിയാ, അത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. അസയ്യിദത്തു മറിയം, സയ്യിദത്തുന ആസിയ, അസയ്യിദത്തു ഖദീജത്തുൽ കുബ്ര, അതേ ഫാത്തിമത്തു സഹ്റാഇന്റെ ഉമ്മയെ നമുക്ക് മറക്കാൻ കഴിയില്ല. അസയ്യിദത്തു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. എന്നാൽ അവരിലൊക്കെ പ്രശോഭിച്ചു നിൽക്കുന്ന ഒന്നാമത് എന്ന് പറയാവുന്നത് ഫാത്തിമത്തു സഹ്റാഇന്റെ പേര് തന്നെയാണ് ആധ്യാത്മിക ജ്ഞാനികളൊക്കെ പറഞ്ഞത്. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. നമുക്ക് അല്ലാഹു തആല ചെറിയ സംസാരത്തിനും അറബി ഭാഷയിലുള്ള ചെറിയ മൊഴിമാറ്റത്തിനുമൊക്കെയുള്ള ചെറിയ പരിചയം തന്നപ്പോൾ എന്തു ചെയ്തു നമ്മൾ ജീവിതത്തിൽ? അതേ, അഹ്ലുൽ ബൈത്തിനെ പ്രണയിച്ച് റസൂലുള്ളാഹിയെ പ്രേമിച്ച് അവരുടെയൊക്കെ അപദാനങ്ങൾ അറിയുന്ന വിധത്തിലൊക്കെ വാഴ്ത്തി പറഞ്ഞു പാടി അവരെയൊക്കെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൽബകങ്ങളെ അല്പമൊക്കെ ആനന്ദിപ്പിക്കാൻ, ഹർഷപൂരിതമാക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ചെയ്ത ഈ വരികളുടെ മുമ്പിൽ ഈ ആമുഖമൊക്കെ വന്നു പോവുകയാണ്. ഹിജ്റ 1448 മുഹറം മാസത്തിലെ 9ഉം 10ഉം അടുത്തപ്പോൾ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുകയാണ് ഇമാം സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക്. സ്വാഭാവികമായും അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെയാണ്, ഫാത്തിമത്തു സഹ്റാഇനെയാണ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഇന്ന് മനസ്സിലേക്ക് വെച്ചു തന്നിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു വൈകാരികമായ സന്തോഷ സ്നേഹത്തിൻ്റെ നിമിഷത്തിൽ ഇതിൻ്റെ പ്രകാശനത്തിന് മിനിറ്റുകൾ നോക്കി സംസാരിക്കാൻ കഴിയില്ല, മണിക്കൂറുകൾ നോക്കി സംസാരിക്കാൻ കഴിയില്ല. കുറച്ചധികം സമയം ആവശ്യമായി വന്നാലും ഈ പ്രണയ സമുദ്രത്തിൽ മുങ്ങി ലയിക്കാനും നനയാനും നമുക്ക് അല്ലാഹു തആല സംപ്രീതിയുടെ വാതിലുകൾ തുറന്നു തരട്ടെ. ആമീൻ. നമ്മുടെ ഇത്തരം പരാമർശങ്ങളും ഇത്തരം പ്രകീർത്തനങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലെ കൈമുതൽ. അള്ളാഹു പൊരുത്തപ്പെടട്ടെ. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരികളുടെ കൂടെ ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാമിൻ്റെ അറബി പരിഭാഷയുടെ കൂടെ നമുക്കൊരല്പം സമയം, കുറച്ചധികം സമയം ആരാധനാപൂർവം, ആസ്വാദനപൂർവം മുന്നോട്ട് പോകാം. ഡോക്ടർ ഇഖ്ബാലിൻ്റെ വരി തുടങ്ങുന്നത് നസബുൽ മസീഹി ബനാലി മറിയം സീറതൻ ബഖിയത് അലാ തൂലിൽ മുദാ ദിക്റാഹാ. അൽ മസീഹ് ഈസ അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ സയ്യിദത്തുന മറിയം ഒരൊറ്റ മകനിലൂടെ അവരുടെ ഓർമ്മകൾ അനശ്വരമാക്കി. കാലാകാലങ്ങളിലും ഈസബ്നു മറിയം, ആ ഒരൊറ്റ മകനിലൂടെയാണ് ഈസ അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകൾ, അതാണ് മറിയമിനെ ചരിത്രത്തിലെ സ്ഥിരപ്രതിഷ്ഠയാക്കിയത്. എങ്കിൽ ഈ ഒരു ആമുഖം തന്നെ എന്തൊരു ഗംഭീരമാണ്. മറിയം ബീവി ഒരു മകനിലൂടെയാണ് അനശ്വരയായത് ചരിത്രത്തിലെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ അവരാരാണ്? ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. വൽ മജ്ദു യുശ്രിഖു മിൻ സലാസി മതാലിഇൻ മിൻ മഹ്ദി ഫാത്തിമത്തിൻ ഫമാ അഅലാഹാ. ആധ്യാത്മിക ഔന്നിത്യം മുഴുവൻ ആ 3 ഉദയപ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉദിച്ചുയരുന്നത്. ആ 3 കേന്ദ്രങ്ങൾ ഫാത്തിമയുടെ മടിത്തട്ടിൽ വളർന്നു വലുതായതാണ്. ഫമാ അഅലാഹാ. അപ്പോൾ ഫാത്തിമത്തു സഹ്റാഇന്റെ ഔന്നിത്യം എത്രയാണ്? ഈ വ്യാഖ്യാനം പല ദിശകളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടെത്തിക്കും. ഫാത്തിമത്തു സഹ്റാഇന്റെ ഒരു മകനാണ് അൽ ഇമാം
അബു അബ്ദുല്ലാഹി സയ്യിദുന മുഹമ്മദുനിൽ മഹ്ദി അലൈഹിസ്സലാം അവരുടെ താവഴിയിലൂടെയാണ്. ഫാത്തിമത്തു സഹ്റാഇന്റെ പരമ്പരയിൽ അവസാനം ഉദിക്കുന്ന താരമാണ് അൽ ഇമാം മഹ്ദി അലൈഹിസ്സലാം. അപ്പോൾ ഒരാളെ 3-ൽ അങ്ങോട്ട് വെച്ചവരുണ്ട്. എന്നാൽ 3-ൽ അൽ ഇമാമുൽ ഹസൻ, അൽ ഇമാമുൽ ഹുസൈൻ, അസ്സയ്യിദത്തു സൈനബ് റളിയല്ലാഹു അൻഹ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. അവരിലൂടെയാണ് പിന്നെ അഹ്ലുൽ ബൈത്ത് ഇവിടെ നിലനിന്നത്. അവരുടെ താവഴി ലോകാവസാനം വരെ നിലനിർത്തുന്നത് 10,000-കണക്കിന് അഹ്ലുബൈത്തിലെ മഹാശയന്മാരിലൂടെ. പ്രഭവ കേന്ദ്രം എവിടെയാണ്? സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ. ഫാത്തിമത്തു സഹ്റാഇനെ കുറിച്ച് പറഞ്ഞ ഒരു സമകാലീന ജ്ഞാനിയുണ്ട്. ആ വരിയോളം ഉയരുന്നത് വേറെ എവിടെ ഉണ്ടോ? യാ ഇസ്സ മുൻഫത്തിമിൻ ബിഫാത്തിമത്തല്ലത്തി ഫീ ഹിജ്രിഹാ മഹ്ദി ഫതാബ റിളാഉ. അവരുടെ മടിത്തട്ടിലാണ് അൽ മഹ്ദി അൽ മുൻതദർ അലൈഹിസ്സലാം. ആ മടിത്തട്ടിലൂടെയാണ് വളർന്നു വന്നത്. ആ മുലയൂട്ടലിൽ നിന്ന്, ആ ജ്ഞാന കൈമാറ്റത്തിൽ നിന്നാണ്, ഫാത്തിമത്തു സഹ്റായിലൂടെയാണ് അൽ മഹ്ദി അലൈഹിസ്സലാം വരുന്നത്. അപ്പോൾ വൽ മജ്ദു യുശ്രിഖു മിൻ സലാസി മതാലിഇ ഫീ മഹ്ദി ഫാത്തിമത്തിൻ ഫമാ അഅലാഹാ. റസൂലുള്ളാഹിയുടെ ഉമ്മത്തിലെ ആധ്യാത്മികമായ പരിശുദ്ധിയുടെ മുഴുവൻ പ്രഭവ കേന്ദ്രങ്ങൾ ഫാത്തിമത്തു സഹ്റായിലൂടെ കടന്നു വന്ന താവഴികളാണ്. അൽ ഇമാമുൽ ഹസനാകട്ടെ, അൽ ഇമാമുൽ ഹുസൈൻ ആകട്ടെ, അസ്സയ്യിദത്തു സൈനബാകട്ടെ, അൽ ഇമാമു അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി, സയ്യിദി അഹമ്മദുൽ ബദവി, സയ്യിദി അഹമ്മദുൽ കബീർ റിഫായി, സയ്യിദി ഇബ്രാഹിമുൽ ഖുറൈശി ദുസൂഖി, സയ്യിദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹും, അവരെല്ലാവരും ആ ഒരു ഫാത്തിമായുടെ പ്രഭവത്തിൽ നിന്ന് വന്നവരാണ്. ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു മുതൽ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയുനിൽ മൻഫുറമി റളിയല്ലാഹു അൻഹു മുതൽ അഹ്ലുൽ ബൈത്തിലെ നായക പ്രഭുക്കന്മാരുടെ എല്ലാം ഉമ്മ അസ്സയ്യിദത്തു ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹു ആണ്. അല്ലാമ ഇഖ്ബാലിന്റെ ഈ വരിയുടെ മധുരം നമ്മുടെ കൽഭകങ്ങളിൽ സ്ഥാപിക്കപ്പെടണം. ഹിയ ബിന്തു മൻ ഹിയ സൗജു മൻ ഹിയ ഉമ്മു മൻ മൻ ലാ യുദാനി ഫിൽ ഫഖാരി അബാഹാ. ആരുടെ പുത്രിയാണവർ, ആരുടെ ഇണയാണവർ, ആരുടെ എല്ലാം ഉമ്മയാണവർ. പിന്നെ ഇഖ്ബാൽ പറയുന്ന ഈ ഒരു വരി ഉണ്ടല്ലോ, മൻ ലാ യുദാനി ഫിൽ ഫഖാരി അബാഹാ. ഔന്നിത്യത്തിൽ, പവർ, പത്രാസിൽ, അഭിമാനത്തിൽ ഫാത്തിമായുടെ വാപ്പയേക്കാൾ വാപ്പയോട് അടുത്തു നിൽക്കുന്നവർ ഈ ലോകത്താരുണ്ട്? അന്തസ്സിൽ, അഭിമാനത്തിൽ, ഔന്നിത്യത്തിൽ, ഫിൽ ഫഖാർ, അവരുടെ ബാപ്പയോളം അടുത്ത് നിൽക്കുന്നവർ ലോകത്താരുണ്ട്? സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വറദിയല്ലാഹു അൻക്. അല്ലാമ ഡോക്ടർ ഇഖ്ബാൽ എന്തൊരു വാക്കാണത്! മൻ ലാ യുദാനി ഫിൽ ഫഖാരി അബാഹാ. തുടർന്ന് ഇഖ്ബാലിന്റെ വരി ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാം റഹ്മത്തുള്ളാഹി അലൈഹി, അതൊരു വലിയ സർഗധനനായിരുന്നു. പേർഷ്യൻ, ഉറുദു, തുർക്കി ഭാഷകളിൽ നിന്നെല്ലാം വലിയ വലിയ ക്ലാസിക്കുകളെ അറബി ഭാഷയിലേക്ക് കൊണ്ടുപോയ ആളാണ് അദ്ദേഹം. ഇംഗ്ലീഷിലും പ്രവീണനായിരുന്നു. 1959 അദ്ദേഹം ദിവംഗതനാകുന്നതിന് മുൻപ് സൗദി അറേബ്യയിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വലിയ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാം വഫാത്തായപ്പോൾ സൗദിയിലെ ഫഹദ് രാജാവ് പറഞ്ഞത്, സൗദി യൂണിവേഴ്സിറ്റികൾക്കും സർവകലാശാലകൾക്കും ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാമിൻ്റെ നഷ്ടം ആ കുടുംബത്തിനുള്ളതിനേക്കാളും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് എന്നാണ്. അത്രയും വലിയൊരു കഥാപാത്രമാണ് അല്ലാമ ഇഖ്ബാലിൻ്റെ രചനകളെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. ഈ അറബിയുടെ മൊഴിമാറ്റ സൗന്ദര്യം പലപ്പോഴും മനസ്സുകൊണ്ട് നമസ്കാരപൂർവം ആസ്വദിക്കാറുണ്ട്. എന്തൊരു കഴിവാണ് അതൊക്കെ!
പേർഷ്യൻ ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ അറബിയുടെ സൗന്ദര്യം എത്ര നോക്കുക. ഹിയവം ലതുൻ മിൻ നൂരി ഐനിൽ മുസ്തഫ ഹാദി ശുഊബി ഇദാ തറൂമു ഹുദാഹാ. ഇഖ്ബാലിന്റെ മൂലഭാഷയായ പേർഷ്യനിൽ നിന്ന് ഉറുദുവിൽ നിന്നൊക്കെ ഇത് പറയാനും അറിയുന്നവരൊക്കെ വിചിന്തനം നടത്താനും ശ്രമിക്കുക. നമുക്ക് കഴിയുന്നത് ഈ എളിയ സേവനമാണ്. എന്നാലും ഈ വരിയുടെ മധുരം ആസ്വാദനം. ഹിയ വംളത്തുൻ മിൻ നൂരി ഐനിൽ മുസ്തഫ, മുസ്തഫായ തിരുനബിയുടെ തിരുദൃഷ്ടിയുടെ ഒളിവിൽ നിന്നും തിളങ്ങിയ ഒരു കുമിളയാണ്, ഒരു തരംഗമാണ്, ഒരു ബിന്ദുവാണ്, ഒരു പ്രകാശരശ്മിയാണ് ഫാത്തിമത്തു സുഹ്റ. സാഹിത്യകാരന്മാരുടെ ഭാഷയുടെ മുമ്പിൽ എല്ലാ സ്നേഹ മനസ്സുകളും നമസ്കരിക്കും. ഹിയ വംളത്തുൻ മിൻ നൂരി ഐനിൽ മുസ്തഫ, മുസ്തഫായ തിരുനബിയുടെ തിരുദൃഷ്ടിയിൽ നിന്നുള്ള ഒളിവ്, അവിടുത്തെ തിരു കണ്ണുകളിൽ നിന്നുള്ള പ്രകാശജ്വാല, അതിൻ്റെ ഒരു രശ്മി, അതെ അത് മതി ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ. ഹാദി ശുഊബ്, റസൂലുള്ളാഹി ആരാണ്? എല്ലാ സമൂഹങ്ങളെയും ജനതതികളെയും അള്ളാഹുവിലേക്ക് നയിച്ച മാർഗദർശിയാണ്. ഇദാ തറൂമു ഹുദാഹാ, ഫാത്തിമത്തു സുഹ്റ അവരുടെ പ്രിയപ്പെട്ട ഉപ്പയിൽ നിന്നും സ്വാംശീകരിച്ച ആധ്യാത്മ സന്മാർഗത്തിന്റെ മധുരം ആസ്വദിക്കാൻ സ്വീകരിക്കാൻ നീ കരുതുന്നുണ്ടോ? എങ്കിൽ ഹിയ വംളത്തുൻ മിൻ നൂരി ഐനിൽ മുസ്തഫ ഹാദി ശുഊബി ഇദാ തറൂമു ഹുദാഹ. തുടർന്ന് ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ആദരവായ റസൂലുള്ളാഹിയെ ഈ കവിതയിലൂടെ വല്ലാതെ ഉയർത്തി ഉയർത്തി ആവിഷ്കരിക്കുന്നുണ്ട്. നമ്മൾ എത്ര ഉയർത്തിയാലും ആദരവായ റസൂലുള്ളാഹിയുടെ യഥാർത്ഥ സ്ഥാനമാനത്തിൻ്റെ കോടിയിലൊരംശത്തിലേക്കെത്താൻ ഒരു കവിക്കും കഴിയില്ല, ഒരു ഭാവനാ സമ്പന്നനായ ചിന്തകനും കഴിയില്ല. അത് വേറെ കാര്യം. റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്തു ഉയർത്തുക എന്ന് പറഞ്ഞാൽ പാട്ടുപാടുന്ന അർത്ഥം വെക്കുന്ന നമ്മുടെ ഉയർച്ചക്കുള്ള കാരണമാണ് എന്നേ അർത്ഥമുള്ളൂ. ഹുവ റഹ്മത്തുൽ ലിൽ ആലമീന വകഅബത്തുൽ ആമാലി ഫിദ്ദുനിയാ വഫീ ഉഖ്റാഹാ. ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ ഇസ്ലാമിനെ ആധുനികമായി വ്യാഖ്യാനിച്ച, വേഷത്തിലും ചിന്തയിലും ഭാഷയിലുമൊക്കെ നവീകരണം വരുത്തിയ ആളാ. എന്നാലും അദ്ദേഹത്തിന്റെ അഖീദ സംശുദ്ധമായ സൂഫികളുടെ അഹ്ലുസുന്നയുടെ ആദർശത്തിന്റെ കാമ്പും കഴമ്പുമായിരുന്നു. റസൂലുള്ളാഹി ആരാണ്? ഹുവ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വകഅബത്തുൽ ആമാൽ, പ്രത്യാശകളുടെ കഅബാലയമാണ് റസൂലുള്ളാഹി. വല്ലാത്തൊരു പ്രയോഗമല്ലേ അത്? കഅബത്തുൽ ആമാൽ, മോഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ, പ്രത്യാശകളുടെ കേന്ദ്രബിന്ദുവാണ്, കഅബയാണ് സയ്യിദുനാ റസൂലുള്ളാഹി ഫിദ്ദുനിയാ വഫീ ഉഖ്റാഹാ. ഇഹത്തിലും പരത്തിലും മോഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ, ആശകളുടെ കഅബാലയമാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് റസൂലുള്ളാഹിയെ കുറിച്ച് കുറേ അധികം വരികൾ ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാം മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. നമ്മുടെ സമയം പരിമിതമാണ്. ഈ ഒരു വരിയിലേക്ക് കടക്കാം. വലിസൗജി ഫാത്തിമത്തിൻ ബിസൂറത്തി ഹൽ അതാ താജു യഫൂഖു ശംസ ഹീന ളുഹാഹാ. സൂറത്തു ഹൽ അതാ അലൽ ഇൻസാനി പരിശുദ്ധ ഖുർആനിൽ അഹ്ലുൽ ബൈത്തിന് പ്രത്യേകം പശ്ചാത്തലമായി ആവിഷ്കരിക്കുന്ന ഒരു ഭാഗമുണ്ട്. സയ്യിദ്ന അലിയും സയ്യിദ്ന ഫാത്തിമത്തു സുഹ്റാവും അവരുടെ ജീവിതത്തിൽ കാണിച്ച ഔദാര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വലിയ ഒരു സംഭവത്തെ പ്രകാശിപ്പിക്കുന്ന ഖുർആൻ വചനമാണത്. ഇപ്പോൾ നാം അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇഖ്ബാൽ പറഞ്ഞത് അല്ലാത്ത സൂറത്തിന്റെ ഭാഗത്ത് ഫാത്തിമത്തു സുഹ്റാവിന്റെ ഭർത്താവിനെ കുറിച്ച് അതിഗംഭീരമായി പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ പോലും അതിജയിക്കുന്ന കിരീടമാണത്. ഭാഷയുടെ ഒരു ഭംഗി. താജുൻ യഫൂഖു ശംസ ഹീന ളുഹാഹാ. സൂര്യൻ അതിൻ്റെ പ്രകാശത്തെ സമുജ്വലമായി പ്രകാശിപ്പിക്കുന്ന ആ സമയത്ത്
സൂര്യന്റെ പ്രകാശത്തിനും കിരീടമായി വയ്ക്കാവുന്ന ഒരു വലിയ പ്രയോഗം സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹൽ അതാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അത് വലിയൊരു ചരിത്രമാണ്. എന്നിട്ട് പിന്നെ ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയാണ്, ഫീ റൗളി ഫാത്തിമത്തിൻ നമാ ഉസ്നാനി ലം തുൻജിബുഹുമാ ഫിന്നയ്റാത്തി സിവാഹാ. ഫാത്തിമയുടെ ഉദ്യാനത്തിൽ 2 കൊമ്പുകൾ, 2 ചില്ലകൾ വളർന്നു വലുതായിട്ടുണ്ട്. അറബി ഭാഷയുടെ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പേർഷ്യൻ ഉറുദു ഭാഷയുടെ അതിമനോഹാരിത. ഫീ റൗളി ഫാത്തിമ, ഫാത്തിമയുടെ പൂങ്കാവനത്തിൽ, ഉദ്യാനത്തിൽ നമാ ഉസ്നാനി 2 കൊമ്പുകൾ. അതേ, അൽ ഇമാം അൽ ഹസൻ, അൽ ഇമാം അൽ ഹുസൈൻ. ലം തുൻജിബുഹുമാ ഫിന്നയ്റാത്തി സിവാഹാ. ഫാത്തിമക്കല്ലാതെ മനുഷ്യവംശത്തിൽ ഉമ്മമാരിൽ ഒരു ഉമ്മക്കും ഇങ്ങനെ 2 മക്കളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതെ, ഫാത്തിമ ബീവി തന്നതാണ് അൽ ഹസൻ അൽ ഹുസൈൻ എന്നവരെ. ഈ 2 ചില്ലകളിൽ നിന്നാണ്, 2 കൊമ്പുകളിലൂടെയാണ് 1000 മൗലിയാക്കൾ, മശായിഖുമാര്, അഹ്ലുൽ ബൈത്തിലെ നായക പ്രഭുക്കന്മാരൊക്കെ വിരിഞ്ഞതും വന്നതും വളർന്നതും ഫാത്തിമയുടെ ആ 2 കൊമ്പത്ത് നിന്ന്, അൽ ഹസൻ അൽ ഹുസൈൻ. അതെ, നമ്മുടെ അഭിവന്യരായ ഗുരുനാഥർ പറഞ്ഞു, അഖിമത്ത് നിസാഉൻ അൻ തലിദ്ന മസീലകും ഔ കല്ലദീ ജുദ്തും അലൈഹി ബിനഫ്ഹതി. അൽ ഇമാമുൽ ഹുസൈനോടും അവരുടെ പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമത്തു സഹ്റാവിനോടും, അഖിമത്ത് നിസാഉൻ അൻ തലിദ്ന മസീലകും, സയ്യിദുന ഇമാമുൽ ഹുസൈൻ, നിങ്ങൾക്ക് സദൃശ്യനായ ഒരാളെ ജന്മം കൊടുക്കാൻ ലോകത്തുള്ള ഒരൊറ്റ ഉമ്മക്കും കഴിഞ്ഞിട്ടില്ല ഫാത്തിമത്തു സഹ്റാവിനല്ലാതെ. നിങ്ങൾ നൽകിയ സൗന്ദര്യ വർഷം പോലെ, ഔദാര്യം പോലെ ഔദാര്യം ചൊരിഞ്ഞു തരാനും ഒരു മോനെ ലോകത്തിന് നൽകാൻ ഫാത്തിമത്തു സഹ്റാവിനെ പോലെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ വരി ശുദ്ധമായ അറബിയിൽ അതിമനോഹരമാണ്. ഫീ റൗളി ഫാത്തിമത്തിൻ നമാ ഉസ്നാനി ലം തുൻജിബുഹുമാ ഫിന്നയ്റാത്തി സിവാഹാ. അതാരൊക്കെയാണ് 2 ആള്? ഒന്ന്, ഫഅമീറു ഖാഫിലത്തിൽ ജിഹാദി വഖുതുബു ദായിറത്തിൽ വിആമി വൽ ഇത്തിഹാദി ബിനാഹാ. ജിഹാദിന്റെ തേരോട്ടപ്പടയിലും ആധ്യാത്മിക ഔന്നിത്യത്തിന്റെ ചക്രവാളത്തിലും മനുഷ്യവംശത്തിന് ഐക്യം പകർന്ന ഈ ഉലകത്തിന്റെ നായക പ്രമുഖന്മാരും ആ 2 മഹാന്മാരാണ്, ആ 2 പുത്രന്മാരാണ്. ഒന്നാരാണ്? ഹസനുൽ ലദീ സ്വാനൽ ജമാഅത ബഅദമാ അംസാ തഫറുഖുഹാ യഹുല്ലു ഉറാഹാ. ഇസ്ലാമിക സമൂഹം ഐക്യത്തിൽ നിന്ന് തകരുമെന്നായപ്പോൾ തൻ്റെ സ്ഥാനത്തെ ത്യജിച്ചുകൊണ്ട് ഭരണാധികാര രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറഞ്ഞ് സ്വഹാബത്തിന്റെ കാലത്ത്, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം അധികാരത്തെ വിട്ടൊഴിവാക്കിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യം കാത്തുരക്ഷിച്ച സയ്യിദുനൽ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു. വലിയ ചരിത്രമാണത്. അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയ ത്യാഗമാണത്, ഭൗതിക ത്യാഗം. അൽ ഇമാമുൽ ഹസൻ, ഹസനുൽ ലദീ സ്വാനൽ ജമാഅത ബഅദമാ അംസാ തഫറുഖുഹാ യഹുല്ലു ഉറാഹാ. ഈ ഉമ്മത്ത് അനൈക്യത്തിലേക്ക് ചെന്ന് ചാടി പരസ്പര പോരാട്ടം വേഗത്തിലാക്കി പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് യോജിപ്പിന്റെ വഴിയിലേക്ക് തൻ്റെ അധികാരത്തെ ഒഴിഞ്ഞുകൊടുത്തയാളാണ് അൽ ഇമാം സയ്യിദുനൽ ഹസൻ റളിയല്ലാഹു അൻഹു. തറക്കൽ ഖിലാഫത ثم أصبح في الديار إمام ألفتها وحسن علاها. രാഷ്ട്രീയ ബന്ധത്തെയും ഖിലാഫത്ത് അധികാരത്തെയും വലിച്ചെറിഞ്ഞ് ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇണക്കത്തിനും ഐക്യത്തിനും വേണ്ടി ഇമാമായി മാറി സയ്യിദുനൽ ഇമാമുൽ ഹസൻ. അതായത് ഭൗതികമായ അൽ ഖിലാഫത്തുൽ മാദിയ വൽ ഖിലാഫത്തുൽ മാനവിയ്യ. ഇസ്ലാമിക സമൂഹത്തിന് 2 ഇമാമത്തുണ്ട്. മാദിയായ ഭൗതികമായ മെറ്റീരിയലായ ഒരു നായകത്വം, അത് രാഷ്ട്രീയമാണ്,
അത് ഭരണമാണ്, അത് അധികാര ചെങ്കോലാണ്. എന്നാൽ ആശയപരമായ ഒരു അധീശത്വമുണ്ട്, ആദർശപരമായ ഒരു നേതൃത്വമുണ്ട്. അതാണ് ഇമാം ഹസൻ സ്വീകരിച്ചത്, അതാണ് ഇമാമുൽ ഹുസൈനും സ്വീകരിച്ചത്. അതാണ് പിന്നീട് വന്ന താവഴിയിൽ അൽ ഇമാമുൽ ഹസനുൽ ബസ്രിയും അൽ ഇമാമു ദാവൂദ് ത്വായിയും അങ്ങനെ വന്ന് അൽ ഖത്താബുൽ അർബഅയും അവരൊക്കെ സ്വീകരിച്ചത് ദർശനപരമായ നായകത്വത്തെയാണ്. ഭരണാധികാരം എന്ന രാഷ്ട്രീയം അത് പലപ്പോഴും അസിയാസത്തു നജാസത്തുൻ, അതിൽ അമവികളായും അബ്ബാസികളായും സൽജൂക്കികളായും ഫാത്തിമുകളായും മംലൂക്കികളായും ഗോറികളായും ഒക്കെ പലരും കൈയിട്ട് വാരിയിട്ടുണ്ട്. അവരിൽ പലരും നല്ല സ്വഭാവത്തിൽ അതിനെ ത്രസിപ്പിച്ചിട്ടുണ്ട്, പലരും ഭൂരിപക്ഷവും അതിനെ മലിനമാക്കിയവരാണ്. എന്നാൽ അൽ ഖിലാഫത്തുൽ മാനവിയ്യ അതിനെ ഏറ്റെടുത്തവരാണ് സയ്യിദുൽ ഇമാമുൽ ഹസൻ മുതൽ ഹുസൈനിലൂടെ അലി സൈനുൽ ആബിദീനിലൂടെ സൂഫികളായ ഇമാമുകൾ മഹാന്മാർ. എന്നാൽ രണ്ടാമത്തെ ആളാരാ? വഹുസൈനു ഫിൽ അബ്റാരി വൽ അഹ്റാരി മാ അസ്കാ ശമാഇലഹു വമാ അൻദാഹാ. ഇമാം ഹുസൈൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, വീരോജ്വലമായ നീതിക്ക് വേണ്ടിയുള്ള വിപ്ലവ പോരാട്ടത്തിൽ മനുഷ്യവംശത്തിന് ഉന്നതമായ ചരിതം തീർത്തിട്ടുള്ള മഹാത്മാവാണ് അൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കർബലയിലേക്കുള്ള ഇമാം ഹുസൈൻ്റെ ആ വലിയ യാത്ര അത് പട നയിച്ചതാണോ, അത് തീർത്ഥയാത്രയാണോ നമുക്കറിഞ്ഞുകൂടാ. ഒരു കാര്യം അറിയാം, രക്തസാക്ഷികളുടെ ഇമാമായി ആധ്യാത്മിക ഔലിയ കുലത്തിൻ്റെ നായകപ്രഭുവായി അല്ലാഹു തആല ഇമാം ഹുസൈനെ തിരഞ്ഞെടുത്തപ്പോഴാണ് ആ വഴിയുടെ സാക്ഷാത്കാരം തേടി അള്ളാഹുവിൻ്റെ നിയോഗത്തിലേക്ക് കർബലയിലേക്ക് അൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ സഞ്ചരിച്ചത്. വിപ്ലവകാരികളുടെ ഇമാമാണ് അവിടുന്ന്. തേരോട്ടം നടത്തിയ അധികാരികളുടെ നേരെ സത്യത്തിൻ്റെ, വിജയത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ മുഴക്കങ്ങൾ നടത്തിയ ഗർജിക്കുന്ന സിംഹമായിരുന്നു അൽ ഇമാം സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ഒരൊറ്റ വരിയിലൂടെ പറയുകയാണ്, ഫതഅല്ലമൂ ദീനൽ യഖീനി മിനൽ ഹുസൈൻ ഇദൽ ഹവാദിസു അൾമഅത് ബിലല്ലാഹാ. മനോദാർഢ്യത്തിൻ്റെ, ദൃഢതയുടെ പാഠം, യഖീനിൻ്റെ പരിശുദ്ധ ധർമ്മം ഹുസൈനിൽ നിന്ന് നിങ്ങൾ പഠിക്കുവീൻ. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ്റെ ആ മനോദാർഢ്യത, അചഞ്ചലമായ ചെറുത്തുനിൽപ്പ്, നിങ്ങൾക്ക് ദീൻ അവിടെ നിന്ന് വേണം പഠിക്കാൻ. അല്ലാമ ഇഖ്ബാൽ എന്തൊരു ഭംഗിയായാണ് ഇദൽ ഹവാദിസു അൾമഅത് ബിലല്ലാഹാ. പ്രതിസന്ധികൾ, ബഹളങ്ങൾ, സംഭവ കോലാഹലങ്ങൾ നടക്കുമ്പോഴും എങ്ങനെ ആയിരിക്കണം അൽ യഖീൻ, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള തവക്കുൽ എങ്ങനെ സ്വീകരിക്കണമെന്ന ദീനുൽ യഖീൻ ഇമാം ഹുസൈനിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കുവീൻ. വതഅല്ലമൂ ഹുർരിയത്തൽ ഈമാനി മിൻ സ്വബ്രിൽ ഹുസൈനി വഖദ് അജാബ നിദാഹാ. അൽ ഈമാൻ നൽകുന്ന സ്വാതന്ത്ര്യബോധമുണ്ട്, സത്യവിശ്വാസം ഉണർത്തുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഇമാം ഹുസൈൻ്റെ സഹനത്തിൽ നിന്ന് വേണം പഠിക്കാൻ. വിധി നിയോഗത്തിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അൽ ഇമാമുൽ ഹുസൈൻ സഹനപൂർവം, ക്ഷമയുടെ സഹന പർവമായിരുന്നു അൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അല്ലാമ ഡോക്ടർ ഇഖ്ബാൽ പിന്നീട് ഒരു വാക്ക് പറയുന്നുണ്ട്, അതും കൂടെ ഇവിടെ പറയാതിരുന്നുകൂടാ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ആവട്ടെ അള്ളാഹുവിങ്കലേക്ക് ബാക്കിയാകുന്ന പുണ്യങ്ങൾ. അൽ ഉമ്മഹാത്തു യലിദ്ന ലിശംസി ളിയാഅഹാ വലിൽ ജവാഹിരി ഹുസ്നഹാ വസഫാഹാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ നന്മയുടെ ഔന്നിത്യത്തിൻ്റെ മേന്മകൾ വിവരിച്ച ശേഷം അവരുടെ ഉമ്മ ഫാത്തിമത്തു സഹ്റ ആണ്. ആ ഫാത്തിമത്തു സഹ്റയിൻ്റെ ജനിധിക ഗുണത്തിൽ നിന്നാണ്, ആ മുലപ്പാല് കുടിച്ചതിൻ്റെ പുണ്യമാണ് ഹസൻ ഹുസൈനിലും പിന്നീട് വന്ന ആധ്യാത്മ താവഴിയിലെ അഹ്ലുൽ ബൈത്തിലെ മുഴുവൻ ഇമാമുകളിലും സന്നിവേശിപ്പിക്കപ്പെട്ടത്. ഫാത്തിമത്തു സഹ്റയിലാകട്ടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിധിക ഗുണങ്ങളുടെ സർവ സമ്മേളനമാണ് നടന്നത്. അൽ ഉമ്മഹാത്തു യലിദ്ന ലിശംസി ളിയാഅഹാ. ഉമ്മമാരാണ് സൂര്യന്
പ്രഭയെ നൽകുന്നത്. ഈ ആലങ്കാരിക പ്രയോഗത്തിൻ്റെയൊക്കെ മുമ്പിൽ ബുദ്ധി കീഴടങ്ങുകയല്ലാതെ മറ്റെന്തു ചെയ്യാൻ? അൽ ഉമ്മഹാത്തു യലിദ്ന ലിശംസി ളിയാഅഹ. മാതാക്കൾ, ഉമ്മമാരാണ്, അമ്മമാരാണ് സൂര്യന് അതിൻ്റെ പ്രഭയെ ജനിപ്പിക്കുന്നത്. വലിൽ ജവാഹിരി ഹുസ്നഹ വസഫഹ. രത്നങ്ങൾക്ക്, അമൂല്യമായ പഴങ്ങൾക്ക്, മുത്തുകൾക്ക് സൗന്ദര്യം നൽകുന്നത്, അതിൻ്റെ പ്യൂരിറ്റി നൽകുന്നത് ഉമ്മമാരാണ്. ഉമ്മമാരിൽ നിന്ന് നിർഗളിച്ച പരിശുദ്ധിയും പ്രകാശവുമാണ് സൂര്യനിൽ കുടികൊള്ളുന്നത്, പവിഴത്തിലും മുത്തിലും നിലകൊള്ളുന്നത്. ആ ഉമ്മമാരുടെ ഉമ്മയാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. മാ സീറത്തുൽ അബ്നാഇ ഇല്ലൽ ഉമ്മഹാതു ഫഹും ഇദാ ബലഗുർ റുഖിയ സദാഹാ. ആൺമക്കളെ മുഴുവൻ സംഭാവന ചെയ്തത് ഉമ്മമാരുടെ സംഭാവനകളാണ്. ഉമ്മമാരുടെ രക്തത്തിൽ നിന്ന്, മുലപ്പാലിൽ നിന്ന്, തെർബിയത്തിൽ നിന്ന്, അധ്യാപനത്തിൽ നിന്ന്, സ്നേഹ പരിപാലന പരിചരണത്തിൽ നിന്നാണ് എല്ലാ ആൺമക്കളും വളരുന്നതും വളർന്നു വലുതാകുന്നതും. അവസാനം ഏത് ആൺമക്കൾ ഔന്നിത്യത്തിന്റെ ഏത് നെറുകയിലെത്തിയാലും ആ ഉമ്മമാരുടെ മുഴക്കങ്ങളാണ്, പ്രതിധ്വനികളാണ് ആൺമക്കളിലൂടെ പ്രകടിപ്പിക്കുന്ന ആ പ്രതിധ്വനികൾ. അത് ഉമ്മമാരുടെ യഥാർത്ഥ ശബ്ദമാണ്. ഫാത്തിമത്തു സഹ്റാഇനെ കുറിച്ച് പറഞ്ഞ് ഹിയ ഉസ്വത്തുൻ ലിൽ ഉമ്മഹാത്തി വഖുദുവത്തുൻ യതറസ്സമുൽ ഖമറുൽ മുനീറു ഖുതാഹാ. ഡോക്ടർ അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള ഒരു തൗഫീഖുള്ള മനുഷ്യന് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയൂ. ഹിയ ഉസ്വത്തുൻ ലിൽ ഉമ്മഹാത്ത്. ലോകമാതാക്കൾക്കെല്ലാം മാതൃകാ കഥാപാത്രമാണ് ഫാത്തിമത്തു സഹ്റ. വഖുദുവത്തുൻ. ലോകത്തുള്ള എല്ലാ ഉമ്മമാർക്കും പിന്തുടരുവാനുള്ള മാതൃകയാണവര്. യതറസ്സമുൽ ഖമറുൽ മുനീറു ഖുതാഹാ. പ്രകാശജ്വാലയായി നിൽക്കുന്ന പൊന്നമ്പിളിക്ക് 14-ാം രാവിന്റെ ചുവടുവെപ്പുകളെപ്പോലും മാതൃക നൽകുന്നത് ഫാത്തിമത്തു സഹ്റ ആണ്. 14-ാം രാവിന്റെ പ്രകാശത്തിന് വെളിച്ചം നൽകുന്ന കേന്ദ്രം ഫാത്തിമത്തു സഹ്റാഇന്റെ ചിത്രീകരണമാണെന്ന് പറയുമ്പോൾ അലങ്കാരത്തിന്റെ മുന്തിയ വാക്കുകളാണ്. ഒടുവിൽ ഡോക്ടർ അല്ലാമ ഇഖ്ബാല് പറഞ്ഞത് മാത്രം കുറെ അധികം വരികളുണ്ട്. ജഅലത് മിനസ്സബ്രിൽ ജമീലി ഗിദാഅഹ വറഅത് റിളസ്സൗജിൽ കരീമി റിളാഹ. ഉത്കൃഷ്ടമായ ഭംഗിയാർന്ന ക്ഷമയിലൂടെ താൻ ഭക്ഷണം കണ്ടെത്തുകയായിരുന്നു. ഫാത്തിമത്തു സഹ്റാ ആഹാരം കണ്ടെത്തിയത് ക്ഷമയിലൂടെ ആയിരുന്നു എന്ന്. അസ്സബറുൽ ജമീൽ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഉപാധികളെ കണ്ടെത്തി. വറഅത് റിളസ്സൗജിൽ കരീമി റിളാഹ. തൻ്റെ പ്രിയപ്പെട്ട ഇണയായി ആദരവായ പിതാവ് തനിക്ക് ഏൽപ്പിച്ചു തന്ന സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തമായിരുന്നു ഫാത്തിമത്തു സഹ്റാഇന്റെ ആഹാരം. ഫാത്തിമത്തു സഹ്റാ കഴിച്ചതും ഭുജിച്ചതും കുടിച്ചതും തൻ്റെ പ്രിയപ്പെട്ട ഇണ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ റിളയായിരുന്നു, പൊരുത്തമായിരുന്നു. ബല്ലത്ത് വിസാദതഹാ ലആലി ഉദംഇഹാ മിൻ തൂലി ഖശ്യതിഹാ വമിൻ തഖ്വാഹാ. ഈ പരിഭാഷയുടെ ഓരോ വരികളും അർത്ഥപൂർവം ചിന്തിക്കുമ്പോൾ പരിഭാഷകനായ ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാം എന്ന പ്രതിഭാധനനായ പരിഭാഷകനെ മനസ്സിൽ കാണുകയാണ്. ഉറുദു പേർഷ്യൻ ഭാഷയുടെ സൗന്ദര്യവും ചോരാൻ പാടില്ല, അതിൻ്റെ ആശയ ഗാംഭീര്യത കുറഞ്ഞു പോകാനും പാടില്ല. ഇത് അറബിയിലേക്ക് കൊണ്ടുവന്നാൽ അറബിയിലെ പദമൊഴികളുടെ മനോഹാരിത വർദ്ധിക്കുകയും വേണം. ബല്ലത്ത് വിസാദതഹാ. ഫാത്തിമത്തു സഹ്റാഇന്റെ അള്ളാഹുവുമായുള്ള സമ്പർക്ക സ്നേഹത്തിൻ്റെ ബന്ധം കൊണ്ട് അവരുടെ തലേണ നനഞ്ഞു. കണ്ണീർ വാർന്ന കണ്ണീർ കണങ്ങളുടെ അശ്രു കണങ്ങൾ അവരുടെ തലേണയെ നനച്ചു കുതിർത്തു. ലആലിഉ ദംഇഹാ. ഫാത്തിമത്തു സഹ്റാഇന്റെ അശ്രു കണങ്ങളാകുന്ന മുത്തുമണി രക്തങ്ങൾ അവരുടെ തലേണയെ നനഞ്ഞു കുതിർത്തു. മിൻ തൂലി ഖശ്യതിഹാ വമിൻ തഖ്വാഹാ. അറബിയിൽ കിട്ടുന്ന ഈ ഒരു ആസ്വാദന സൗന്ദര്യം മലയാളത്തിലേക്ക് അതിൻ്റെതായ അളവിൽ പറയാൻ കഴിവുള്ളവർ പറഞ്ഞാൽ അത് ലഭിക്കുമായിരിക്കും. ബല്ലത്ത് വിസാദതഹാ.
ലആലിഉ ദംഇഹാ മിൻ തൂലി ഖശ്യതിഹാ വമിൻ തഖ്വാഹാ ജിബ്രീലു നഹ്വൽ അർശി യർഫഉ ദംഅഹാ ഖത്ത്ലി യർവി ഫിൽ ജിനാനി റുബാഹാ. ഫാത്തിമത്തു സഹ്റ അന്ത്യയാമങ്ങളിലെ നിസ്കാരപ്പായയിലെ കരച്ചിലും പറച്ചിലുമായി തൻ്റെ നാഥനായ റബ്ബിനോട് നടത്തുന്ന മുനാജാത്തുകൾ, ആ സമയത്ത് അവരുടെ കണ്ണിൽ നിന്ന് പൊഴിക്കുന്ന അശ്രുകണങ്ങൾ, ഈ സമയത്ത് അവരുടെ കണ്ണീർ കണത്തിൻ്റെ മധുരത്തെ അർശിലേക്ക് സയ്യിദുനാ ജിബ്രീൽ ഉയർത്തിക്കൊണ്ടുപോവുകയായിരുന്നു. അലങ്കാരത്തിൻ്റെ എവറസ്റ്റാണിതൊക്കെ. ജിബ്രീലു നഹ്വൽ അർശി യർഫഉ ദംഅഹാ. ഫാത്തിമത്തു സഹ്റാഇന്റെ കണ്ണീർ കണങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ മേന്മ അർശിലേക്ക്, അർശോളം ഉയർത്താൻ സയ്യിദുനാ ജിബ്രീൽ അവരുടെ നമസ്കാര പായയിൽ വന്നെത്തിയിട്ട് ഖത്ത്ലി യർവി ഫിൽ ജിനാനി റുബാഹാ, സ്വർഗീയ ആരാമങ്ങളിലൂടെ പുഴകളായി, വെള്ളച്ചാട്ടമായി, ജലപ്രവാഹമായി ഫാത്തിമത്തു സഹ്റാഇന്റെ കണ്ണീർ കണങ്ങൾ സ്വർഗത്തിലെ നദികളായി ഒഴുകുകയാണെന്ന വാക്ക്. ഇനി അവസാനത്തെ 2 വരിയുണ്ട്. നമ്മൾ ആശിച്ചു പോവുകയാണ്, മലയാളികൾ ഇത് പഠിക്കണം, പാടണം, പറയണം. മലയാളത്തിൽ തന്നെയുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് നല്ല ആലാപന സൗന്ദര്യത്തോടുകൂടി കൽബിലിട്ട് താലോലിക്കാൻ ഇത്തരം മദ്ഹ് ഗീതങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ നിധികൾ. അല്ലാഹുമ്മ ആമീൻ. അവസാനം അല്ലാമ ഡോക്ടർ ഇഖ്ബാൽ പറയുന്ന ഒരു വരി, ലൗലാ വുഖൂഫി ഇൻദ അംരിൽ മുസ്തഫാ വഹുദൂദി ശിർഅതിഹി വനഹ്നു ഫിദാഹാ ലമളൈതു ലിത്ത്വാഫി ഹൗല ളരീഹിഹാ وغمرت بالقبلات طيب ثراها. ഈ വരി വർഷങ്ങളായി പാടുമ്പോഴും ഇതിൻ്റെ പ്രഭവം ഡോക്ടർ സർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, അതേ നല്ല മനോഹരമായ മീശയും ആധുനിക യൂറോപ്യൻ വേഷവും, പക്ഷേ കൽബകത്ത് നിന്ന് വിരിയുന്ന സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ആധ്യാത്മികതയുടെ, തസവ്വുഫിന്റെ, മഹബത്തിന്റെ അതിസുന്ദരമായ പവിഴങ്ങളാണ്. അല്ലാമ ഇഖ്ബാൽ പറയുന്നത് ഒന്ന് കേട്ടു നോക്ക്. ലൗലാ വുഖൂഫി ഇൻദ അംരിൽ മുസ്തഫ വഹുദൂദി ശിർഅതിഹി. ഫാത്തിമത്തു സഹ്റാഇനെ അങ്ങ് പ്രണയിച്ച് പ്രകീർത്തിച്ച് പാട്ടുപാടി ഒടുവിൽ അദ്ദേഹം പറയുകയാണ്, മുസ്തഫായ തിരുനബിയുടെ ശരീഅത്തിന്റെ ഒരു പരിമിതിയുണ്ട്, അവിടുത്തെ ഉത്തരവിൻ്റെ കൽപ്പനയുടെ ഒരു പരിമിതി, ആ പരിമിതിയിൽ നിൽക്കൽ എനിക്ക് നിർബന്ധമാണ്. അതില്ലായിരുന്നെങ്കിൽ, അതായത് ആരോടുമുള്ള സ്നേഹാദര പ്രകടനത്തിന് ഒരതിരും വരമ്പുമൊക്കെ ശരീഅത്തിൽ നിർണിതമാണ്, അത് മറികടക്കാൻ പറ്റില്ല. മുസ്തഫായ തിരുനബിയുടെ കൽപ്പനയുടെ മുമ്പിൽ നിൽക്കണം ഞാൻ, അങ്ങനെ ഒരു നിർബന്ധം എനിക്കുണ്ട്. ശരീഅത്തിന്റെ ഒരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട് എനിക്ക്, ഞാനത് പരിപാലിക്കണം. അതല്ലായിരുന്നെങ്കിൽ ലമളൈതു ലിത്ത്വാഫി ഹൗല ളരീഹിഹാ വഗമർതു ബിൽഖുബുലാത്തി ത്വീബ സറാഹാ. ഫാത്തിമത്തു സഹ്റാഇന്റെ അന്ത്യവിശ്രമാസ്ഥാനത്ത് പോയി പ്രദക്ഷിണം ചെയ്തുകൊണ്ട്, ഫാത്തിമത്തു സഹ്റാഇന്റെ വരീഹിന്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം കഴിഞ്ഞുകൂടുമായിരുന്നു. വഗമർതു ബിൽഖുബുലാത്തി ത്വയ്യിബ സറാഹാ. ഫാത്തിമത്തു സഹ്റാ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുണ്യാസ്ഥാനത്തിലെ പരിശുദ്ധ മണ്ണ് എൻ്റെ മുഖത്തിലേക്ക് വെച്ച് ചുടുചുംബനങ്ങൾ നൽകി ഞാൻ എൻ്റെ ജീവിതം കഴിക്കുമായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നത് ഉചിതമല്ലല്ലോ. മുസ്തഫായ നബിയുടെ കൽപ്പനയുടെ മുമ്പിൽ അവിടുത്തെ ശരീഅത്തിന്റെ നിയമപരിധിയെ ഞാൻ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ ഫാത്തിമത്തു സഹ്റാഇന്റെ വരീഹിന്റെ പുണ്യവിശ്രമാസ്ഥാനത്തിന്റെ ചുറ്റും പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ആ മണൽത്തരികൾ എടുത്ത് ചുംബനങ്ങൾ നൽകി ജീവിക്കുമായിരുന്നു. എന്തുകൊണ്ട്?
വനഹ്നു ഫിദാഹാ. അതേ, ഫിദാക അർവാഹുന വ അൻഫുസുന വ ഉമ്മഹാത്തുന വ ആബാഉന യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ ആ ഒരു സമർപ്പണം, എന്നെ, എൻ്റെ എല്ലാം, എൻ്റെ കുടുംബത്തെയും എൻ്റെ നാടിനെയും എനിക്കുള്ളതെല്ലാം തണ്ടം ചെയ്ത് അങ്ങയെ സംപ്രീതിപ്പെടുത്താൻ, അങ്ങയെ രക്ഷപ്പെടുത്താൻ സന്ദർഭം വന്നാൽ ഞാൻ അതിന് സജ്ജമാണെന്ന് പറയുന്ന വാക്കാണ്. പക്ഷെ അത് പറയുമ്പോൾ ഫിദാക്ക നഫ്സി എന്ന് പറഞ്ഞാൽ പോരാ, ഫിദാക്ക അബി വ ഉമ്മി എന്ന് പറഞ്ഞാൽ പോരാ. അതിൻ്റെയും ഉയർന്ന ഒരു തലമാണ് ഫിദാക്ക റൂഹി യാ റസൂലല്ലാഹ്. എങ്കിൽ ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ഈ മുത്തുമണികളുടെ അവസാനത്തിൽ കോർത്തുവെച്ച ഒരു വല്ലാത്ത പഴയ വരിയാണിത്. വനഹ്നു ഫിദാഹാ, നമ്മളെല്ലാവരും ഫാത്തിമത്തു സഹ്റാഇന് ഫിദയാണ്. നമ്മുടെ കൈവശത്തിലുള്ള എല്ലാം ത്യജിക്കേണ്ടി വന്നാലും ഫാത്തിമത്തു സഹ്റാഇന്റെ മാനം, അഭിമാനം, പ്രകീർത്തനം, സ്ഥാനം, മാനം അത് സംരക്ഷിക്കലാണ് നമ്മുടെ നയം, നമ്മുടെ ആദർശം. വനഹ്നു ഫിദാഹാ. ഒന്നുകൂടെ, ലൗലാ വുഖൂഫി ഇൻദ അംറിൽ മുസ്തഫാ വഹുദൂദി ശിർഅതിഹി വനഹ്നു ഫിദാഹാ ലമളൈതു ലിത്തുവാഫി ഹൗല ളരീഹിഹാ വഗമർതു ബിൽഖുബുലാത്തി ത്വയ്ബ സറാഹാ. ഡോക്ടർ അബ്ദുൽ വഹാബ് അസാമിന്റെ അറബി മൊഴിമാറ്റത്തിന്റെ പദപ്രയോഗങ്ങൾ കൊണ്ടുവച്ചിടത്തുള്ള സൗന്ദര്യം, ഫാത്തിമത്തു സഹ്റാ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലെ അൽ ബഖീഇന്റെ, അതേ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചാരത്താണ്. ആ ഒരു വരീഹിന്റെ ചുറ്റും ഞാൻ കിടന്ന് പ്രദക്ഷിണം നടത്തുമായിരുന്നു. എന്നിട്ടോ വഗമർതു ബിൽഖുബുലാത്തി ത്വയ്ബ സറാഹാ, ഫാത്തിമത്തു സഹ്റാ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹത്തായ റൗള ഷരീഫിന്റെ മണലുകൾ, പൊടിപടലങ്ങൾ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ത്വയ്ബ് ഞാൻ ചുംബനം നൽകി, ചുടുചുംബനം നൽകി ഞാൻ അതിൽ തന്നെ കഴിഞ്ഞു കുമിഞ്ഞുകൂടുമായിരുന്നു. പക്ഷേ അവിടെ ഞാനൊരു നിയമപരിപാലനത്തിന് നിർബന്ധിതനാണ്. മഹബത്തിന്റെ മുമ്പിൽ, സ്നേഹപ്രണയ സാഫല്യത്തിന്റെ മുൻപിൽ ചിലപ്പോൾ നിയമങ്ങളൊക്കെ മാറി നിൽക്കും. എന്നാലും ശരീഅത്തിന്റെ അച്ചടക്കം പരിപാലിക്കലാണല്ലോ ഭംഗി എന്ന് പറയുന്ന അല്ലാമ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഇതിനെ അറബി മൊഴിമാറ്റം നടത്തിയ ഡോക്ടർ അബ്ദുൽ വഹാബ് ഇസാമിൻ്റെയും ഒക്കെ കൂടെ ചേരാൻ നമുക്കതിനെ കഴിയൂ. ഈ പാട്ട്, ഈ അറബി വരികൾ, അത് പേർഷ്യൻ വരികളും ഒക്കെ കണ്ടെടുത്ത് ഭംഗിയായി മലയാളിക്ക് ഇനിയും ആസ്വദിക്കാൻ സന്ദർഭങ്ങൾ ഉണ്ടാകണമെന്നും ആശിച്ചു പോവുകയാണ്. ലൗലാ വുഖൂഫി ഇൻദ അംറിൽ മുസ്തഫാ വഹുദൂദി ശിർഅതിഹി വനഹ്നു ഫിദാഹാ ലമളൈതു ലിത്തുവാഫി ഹൗല ളരീഹിഹാ വഗമർതു ബിൽഖുബുലാത്തി ത്വയ്ബ സറാഹാ റളിയല്ലാഹു അൻഹാ വറളിയല്ലാഹു അൻഹും വഉർളീനാ ബിഹിം ജംഅൻ വഫർദൻ അല്ലാഹുമ്മ ആമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് وعلى أهل بيت سيدنا محمد وعلى أزواج سيدنا محمد وعلى أصحاب سيدنا محمد وسلم تسليما كثيرا كثيرا.